മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകരിലേക്ക് ഏറെ ആശ്വാസമുള്ള വാർത്താ വിവരം ദൃശ്യങ്ങൾ ആദ്യം എത്തിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഏക ദൃശ്യമാധ്യമം അത് മാതൃഭൂമി ന്യൂസ് മാത്രമായിരുന്നു. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ നമ്മുടെ വീടിന്റെ പിന്നിലൂടെ കടന്നു പോകുമോ, അപകടകരമായി തീരുമോ എന്ന ആശങ്ക കേരളമാകെ പടരുന്നതിന് ഇടയിലാണ് നാട്ടുകാരുടെ ഇടപെടലിൽ, പോലീസിന്റെ ഇടപെടലിൽ, നാട്ടുകാർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ ഇയാളെ പിടികൂടുന്നത്. കിണറ്റിൽ നിന്ന് അയാളെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ അത് അതിസാഹസികമായി പകർത്തിയത് ഞങ്ങളുടെ ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയും റിപ്പോർട്ടർ KV രാഹുലുമാണ്. ആ ടീമിന് വീണ്ടും അഭിനന്ദനങ്ങൾ. കേരളമാകെ ആ ടീമിന് അഭിനന്ദനം അർപ്പിക്കുന്നു. കാരണം അത്രമേൽ ആശ്വാസകരമായ ദൃശ്യമായിരുന്നത്. ഒരു ദൃശ്യം പകർത്തുന്നതിൽ എന്ത്, അവിടേക്ക് ഓടിയെത്തുന്നതിൽ എന്ത് എന്ന് ചോദിച്ചാൽ അത്യന്തം അപകടകരമായ സാഹചര്യത്തിലായിരുന്നു വേഗത്തിൽ അവിടേക്ക് എത്തിയ ആ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ കേരളത്തിന് പകർന്ന ആശ്വാസം ചെറുതല്ല, അത്ര മൂല്യമുള്ള ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ നമുക്കൊരിക്കൽ കൂടി കാണാം. ആ സമയം എങ്ങനെയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി കാണാം. ആ സമയം എന്ന് ഓർക്കണം. ഗോവിന്ദച്ചാമി എവിടെ എന്ന കാര്യത്തിൽ ഒരു ചിന്തയുമില്ലാതെ പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിക്കുന്ന സമയം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിക്കുന്ന സമയം, ഇയാൾ കടന്നുപോയി എന്നതിന് അറിയാൻ നൂറുകണക്കിന് CCTV പരിശോധിക്കുന്ന സമയം. ആ സമയത്താണ് ഇയാൾ ഇവിടെയുണ്ട്, ഇതാ കാണൂ എന്ന ആ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി, ആ സമയം ഒരിക്കൽ കൂടി നമുക്ക് കാണാം. ഒരുപക്ഷെ ഗോവിന്ദച്ചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ തത്സമയം കിട്ടി ഗോവിന്ദച്ചാമിയെ പിടിച്ചിരിക്കുന്നു. ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. രാഹുൽ ഓടിക്കോളൂ. ഇതാ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ്. ആ വീടിന്റെ വളപ്പ് കഴിഞ്ഞ് അത് ലൈവായിട്ടുള്ള തത്സമയമുള്ള ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയതായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഉറക്കെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. അവിടേക്ക് പോലീസ് പാർട്ടി ഓടുകയാണ്. അതിനോടൊപ്പം ഇതാ ഈ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. മതിൽ ചാടി അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി. ഇപ്പോ അങ്ങോട്ടേക്ക് ക്യാമറയും ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ്. രാഹുൽ പറഞ്ഞോളൂ. ഇതാ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർ. കിട്ടി അഭിലാഷ്, ഗോവിന്ദച്ചാമി പിടിയിൽ. കിണറ്റിനകത്താണോ? ഗോവിന്ദച്ചാമി പിടിയിൽ. കെട്ടിടത്തിനകത്ത് ഗോവിന്ദച്ചാമിയുടെ എക്സ്ക്ലൂസീവായ കാട് മൂടി കിടക്കുന്ന സ്ഥലം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതാ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ കാണും. ഗോവിന്ദച്ചാമിയെ കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദച്ചാമിയെ പിടികൂടുകയാണ്. മാതൃഭൂമി ന്യൂസിലൂടെ തത്സമയം കാണാം പ്രേക്ഷകർക്ക്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദച്ചാമിയെ ഒളിച്ചിരുന്നത്. ഗോവിന്ദച്ചാമിയെ ഇതാ പോലീസ് പിടികൂടിയിരിക്കുന്നു. പ്രേക്ഷകരെ കണ്ടുകൊണ്ടു. ഗോവിന്ദച്ചാമിയെ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മാതൃഭൂമി ന്യൂസ് വഴി കാണാം. ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. ഗോവിന്ദച്ചാമി പിടിയിലാവുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൊടും കുറ്റവാളിയെ ഇപ്പോൾ ഇതാ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. പിടിക്കുന്ന ദൃശ്യങ്ങളാണ്. പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. രാഹുൽ പറഞ്ഞോളൂ. പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഗോവിന്ദച്ചാമിയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരുടെ സ്ക്രീനിൽ മാതൃഭൂമി ന്യൂസിലൂടെ ഗോവിന്ദച്ചാമിയെ പിടികൂടി കൊണ്ടുവരുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ. ഇതാ അയാൾ ആ കാട് മൂടിക്കിടന്നിരുന്ന പ്രദേശത്തെ കിണറ്റിൽ ഒളിച്ച് കഴിയുകയായിരുന്നു. ഗോവിന്ദച്ചാമിയെ നാട്ടുകാരും പോലീസും നടത്തിയ ഊർജിതമായ തെരച്ചിലിലൂടെ പിടിച്ചിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. തത്സമയം ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ തത്സമയം അത് സംപ്രേഷണം ചെയ്യുകയാണ്. പിടിച്ചിപ്പോൾ ജീപ്പിലേക്ക് കയറ്റിയിരിക്കുന്നു. നിമിഷം മുതൽ നിരവധി കമന്റുകൾ വരുന്നുണ്ട്, നിരവധി ഫോൺ കോളുകൾ മാതൃഭൂമി ന്യൂസിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ദൃശ്യം അതേപടി റിപ്പോർട്ടർ TV ഉൾപ്പെടെ എയർ ചെയ്തു. മാതൃഭൂമി ന്യൂസിന്റെ ലോഗോ ഉൾപ്പെടെയാണ് എയർ ചെയ്തത്. മറ്റു പലരും ചെയ്തെന്ന് തോന്നുന്നു, ഞാനത് എല്ലാം നോക്കിയില്ല. അതേസമയം എല്ലാ കമന്റ് ബോക്സിന്റെയും അടിയിൽ ഇത്രയും വലിയൊരു ആശ്വാസകരമായ ദൃശ്യം ഇപ്പോൾ ഒരു വാർത്ത ചെയ്തതിൻ്റെ കേമമോ മേന്മയോ പറയുന്നതല്ല, പക്ഷേ അത് വളരെ ആശ്വാസമുണ്ടാക്കുന്ന വാർത്തയാണ്. അതുകൊണ്ടാണ് അതിനൊരു വലിപ്പം ഉണ്ടാകുന്നത്, വലിപ്പമുണ്ട് എന്ന് എല്ലാവർക്കും തോന്നുന്നത്. അതുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നിരവധി കമൻറ്റുകൾ കഴിഞ്ഞ കുറേ മണിക്കൂറായി വരുന്നത്. മറ്റു ചാനലിലെ കമൻറ്റ് ബോക്സിലും മാതൃഭൂമി ബന്ധ ദൃശ്യങ്ങളെക്കുറിച്ച് പറയുന്നത് കാണുന്നുണ്ട്. ഫോൺ കോളുകൾ വരുന്നുണ്ട്.